ഈ മദർ ശരിക്കും ആരാണ്, എന്താണെന്ന് പറ. സ്വന്തം കണ്ണുകൾ കൊണ്ട് 9 ടൈൽസിനെ മെരുക്കിയ ആദ്യത്തെ മനുഷ്യൻ. ഒരേ സമയം എന്റെ അധ്യാപകനും കൂട്ടാളിയുമായ മരണമില്ലാത്ത അനശ്വരനായ മനുഷ്യൻ. മാങ്കേക്യു ഷാരിങ്ങിന്റെ മറ്റു രഹസ്യങ്ങളെല്ലാം അനാവരണം ചെയ്യുന്ന കഴിവുള്ള ഒരു പ്രത്യേക മനുഷ്യൻ. അതാണ് സാക്ഷാൽ മദര ഉച്ചിഹ. പിന്നെ ഈ മിഷന്റെ ശരിക്കുള്ള പേർപ്പസ് എന്താണെന്ന് ആരും തന്നെ നറൂട്ടോട് പറഞ്ഞു പോരുത്. നിന്നോടാ പറയുന്ന കൈ. മനസ്സിലായി, ഞാൻ പറയില്ലെന്നേ. ഈ മിഷൻ പരമ രഹസ്യമാണെന്ന് എനിക്കറിയില്ലേ. നമ്മൾ നറൂട്ടയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. അല്ല, ഈ പാതിരാത്രി നിങ്ങളൊക്കെ കൂടി ഇവിടെ എന്താ ചെയ്യുന്നേ? വേറൊന്നുമല്ല, ഞങ്ങള് ഒരു മെസ്സേജ് നോക്കുകയായിരുന്നു. മസാജോ? അതെ അതെ, അല്ലാതെ ഞങ്ങൾ നിന്നോട് സീക്രട്ട് പറയാതിരിക്കുമല്ലോ. അല്ല, ഒരു മിനിറ്റ്. തൂക്കിയല്ലോ തിന്നാനുള്ള സാധനം എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കണോ? ആണോ ആണോ? നീയല്ലേ ഇതിന്റെ ലീഡർ, അതുകൊണ്ട് നീ മരിച്ചേ തീരൂ. എതിർത്താൽ നിനക്ക് പകരം ബലി കഴിക്കുന്നത് ഇവിടെയായിരിക്കും. എടാ, ചുവന്ന തലയാ, അതെടുത്ത് യാഹിക്കോയെ തീർത്തേക്ക്. നീ അത് ചെയ്താൽ നിനക്കും ഇവൾക്കും ഇവിടുന്ന് പോകാം. എന്റെ കാര്യം വിട്ടേക്ക്, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്. നാഗറ്റോ, എന്നെ കൊന്നേക്ക്. അവരെ രണ്ടുപേരും സംരക്ഷിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. അതിനുവേണ്ടി എത്ര വേദന സഹിക്കണമെങ്കിലും ഞാൻ സഹിക്കും. വേണ്ട, ചെയ്യരുത്. യാഹി, നീയും കൊനാനും എന്തൊക്കെ സംഭവിച്ചാലും രക്ഷപ്പെടണം. പെൺകുഞ്ഞാണോ? അല്ല, ആൺകുഞ്ഞാണ്. എന്തൊരു ക്യൂട്ടാ. എടാ കൊച്ചു മിടുക്ക, നിനക്ക് എന്താ പേരിട്ടിരിക്കുന്നേ? പേര് സാസ്കെന്നാ. ഓ, അത് ശരി. ലോർഡ് മൂന്നാമന്റെ പേര് തന്നെ ഇവന് നൽകിയല്ലേ? അതെ, ഇവനും അദ്ദേഹത്തെ പോലെ സമർത്ഥനായൊരു ഷിനോബിയായി വളരട്ടെ. നിന്റെയും പ്രസവം അടുത്ത് തന്നെ നടക്കുമല്ലേ കുഷിന? നീയും കുഞ്ഞിനെ എന്താ പേരിടേണ്ടെന്ന് ഇപ്പൊ തന്നെ ചിന്തിച്ചു കാണുമല്ലോ. പേരൊക്കെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവനെ നരൂട്ടോന്നാ വിളിക്കാം. അവനീ സാസുകയുടെ ചങ്ങാതിയായിരിക്കും. രണ്ടുപേരും ഒന്നിച്ച് മിടുക്കനായി വളരും. സത്യം പറയാം, ഈ മിഷൻ തുടങ്ങിയപ്പോ തൊട്ട് ഇതുവരെയായിട്ട് നീ അടങ്ങിയിരുന്നിട്ടേ ഇല്ല. നിനക്ക് ഈ ക്ഷീണം എന്ന് പറഞ്ഞ വാക്കേ അറിയില്ലേ? ഓക്കേ, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇതൊരു അനുമോദനമാണ്, നീ അത് അർഹിക്കുന്നുണ്ട്. എന്ത്, ശരിക്കുമാണോ? നിൽക്കൂ, ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. എന്താ? ഗാരയുടെ 4th കമ്പനിയുടെ അടുത്ത് ഒരു പുതിയ ശത്രുവിനെ സെൻസ് ചെയ്യുന്നുണ്ട്. അല്ല, എന്താ ഇത്? അതാ അവിടെ. അത് സൂക്ഷിക്കാകെ രണ്ടാമനല്ലേ? അവിടെ ഇയാള് മാത്രമല്ല, വേറെ ഒരാളും കൂടെ ഉണ്ട്. എന്താ പറഞ്ഞേ? ശരിയാണോ? ഇനിയും വേറെ ഒരാളും കൂടി ഉണ്ടോ? അത് അയാള്. അപ്പൊ അവൻ എത്തി. മാഡാര ഉച്ചിഹ. ഉദാഹരണത്തിന് നിന്റെ കൂട്ടുകാരൻ നരൂട്ടോ. അവൻ മിഷനിൽ ശ്രദ്ധിക്കാതെ അവന്റെ ഇമോഷനുകൾ അവന്റെ തീരുമാനങ്ങളെ മറച്ചു. സ്വന്തം ജോലി ചെയ്യാൻ അറിയാത്ത അത്തരം നിഞ്ചകളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നറുട്ടോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇവിടെ നിന്ന് അവരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛനമ്മ ഉണ്ടായിരുന്നു. നറുട്ടോ ഒരു അനാഥനാണ്. അവൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. അവനെ കൂട്ട് അവൻ മാത്രം. അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാ വഴി അംഗീകാരം നേടിയെടുക്കാനും അടുത്ത നോക്കാതെ ആവാനും.